ചോദ്യം ഇതാണ്: 45 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്ന ഒരാൾ 1 മിനിറ്റിൽ 5 മീറ്റർ മുകളിലേക്ക് 3 മീറ്റർ താഴത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. എങ്കിൽ എത്ര മിനിറ്റിൽ അയാൾ മുകളിലേക്ക് എത്തും? അപ്പൊ ചോദ്യം ഭയങ്കര എളുപ്പമാണെങ്കിലും കണ്ടുപിടിക്കാൻ ഇത്തിരി പാടുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഒരു മിനിറ്റിൽ ഇയാള് 5 മീറ്റർ മുകളിലേക്ക് കയറുന്നുണ്ട്, അതുപോലെ തന്നെ 3 മീറ്റർ താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ 1 മിനിറ്റിൽ അയാൾ 2 മീറ്റർ മേലോട്ട് കയറുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 45 മീറ്റർ മുകളിലേക്ക് കയറാനായിട്ട് എത്ര സമയം പിടിക്കുന്നതാണ്. അപ്പൊ നമുക്ക് 45 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് ഉത്തരം കിട്ടാതിരിക്കുക. നമ്മളിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത്: 5 മീറ്റർ മുകളിലേക്ക് ആദ്യം കയറും, എന്നിട്ടാണ് 3 മീറ്റർ താഴത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ഒരു പാറ്റേൺ അടിസ്ഥാനത്തിലാണ് ഇത് പോകുന്നത്. അപ്പൊ ഈ പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ ലാസ്റ്റത്തെ ഒരു 5 മീറ്റർ ഇല്ലേ, അതിനുശേഷം ഇയാൾ 3 മീറ്റർ അടിയിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ 45 മൈനസ് 5 ചെയ്യണം. അപ്പൊ നമുക്ക് 40 മീറ്റർ എന്ന് കിട്ടും. ഇനിയിപ്പോ നമുക്ക് 40 മീറ്റർ കയറാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണം. അപ്പൊ 40 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. നമുക്ക് 20 എന്ന് ഉത്തരം കിട്ടും. അതായത് 20 മിനിറ്റ് കിട്ടും. അതായത് 20 മിനിറ്റില് ഇയാള് 40 മീറ്റർ കയറുന്നുണ്ട്. അപ്പൊ അടുത്ത 21ാമത്തെ മിനിറ്റില് ഇയാള് 40 പ്ലസ് 5 മീറ്റർ, അതായത് 45 മീറ്റർ എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉത്തരം എത്രയാണ്? 21 മിനിറ്റ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിന് ഉത്തരം.